പശ്ചിമേഷ്യ വീണ്ടും പുകയുകയാണ്. പക്ഷേ ഇത്തവണ പോരാട്ടം കരയിലല്ല, മറിച്ച് ലോകത്തിന്റെ എണ്ണക്കഴുത്ത് എന്നറിയപ്പെടുന്ന ഹുർമുസ് കടലിടുക്കിലാണ്. ഇറാന്റെ കയ്യിലെ ഏറ്റവും മാരകമായ ആയുധം ഈ കടലിടുക്കിന്മേലുള്ള അവരുടെ നിയന്ത്രണമാണ്. ലോകത്തെ എണ്ണക്കപ്പൽ ഗതാഗതത്തിന്റെ 20% നിയന്ത്രിക്കുന്നത് ഈ ചെറിയ ഇടനാഴിയാണ്. US-ഉം ഇസ്രായേലും ആക്രമണം കടുപ്പിച്ചപ്പോൾ ഇറാന്റെ മറുപടി വ്യക്തമായിരുന്നു: ഹുർമുസ് അടക്കുക. ഈ പാതയിലൂടെയുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയതോടെ ആഗോള എണ്ണ വിപണി ഒന്നടങ്കം തകിടം മറിഞ്ഞു. ഇതോടെയാണ് മേഖലയിൽ നേരിട്ടിറങ്ങാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചത്. ഹുർമുസ് കടലിടുക്കിലൂടെ പോകുന്ന എണ്ണ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ US നാവികസേന അകമ്പടി സേവിക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ ഇതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ടെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. സുരക്ഷയുടെ പേരിൽ ഹുർമുസിന്റെ നിയന്ത്രണം പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്നതാണ് US-ന്റെ തന്ത്രം. സംയുക്ത നാവികസേനയെ വിന്യസിക്കാനുള്ള നീക്കം ഇതിന്റെ ഭാഗമാണ്. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കത്തിന് ഇറാൻ നൽകുന്നത് കടുത്ത മുന്നറിയിപ്പാണ്. 1987-ലെ ചരിത്രം മറക്കരുതെന്ന് ഇറാനിയൻ സൈന്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്ന് അമേരിക്കൻ സംരക്ഷണത്തിലായിരുന്ന ബ്രിഡ്സ്റ്റൺ എന്ന സൂപ്പർ ടാങ്കർ ഇറാൻ തകർത്തത് ഇന്നും പശ്ചിമേഷ്യയിലെ വലിയ ചർച്ചയാണ്. ഒരു വിരൽഞ്ഞൊടി കൊണ്ട് ലോക സമ്പദ് വ്യവസ്ഥയെ നിശ്ചലമാക്കാൻ ഹുർമുസിന് കഴിയും. അവിടെ അമേരിക്കയും ഇറാനും നേർക്കുനേർ വരുമ്പോൾ ലോകം ഒന്നടങ്കം ആശങ്കയിലാണ്. ഇത് മറ്റൊരു മഹായുദ്ധത്തിന്റെ തുടക്കമാകുമോ? ലോകം ഉറ്റുനോക്കുകയാണ്.